ഷെബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റാറ്റ് സ്പ്രേ ആയിട്ടാണ് കേട്ടോ. റാറ്റ് സ്പ്രേ പറയുമ്പോൾ 3mm റാറ്റ് സ്പ്രേ. അതായത് എലികൾ പുതിയ കാറുകളിലും പഴയ കാറുകളിലും എലികളുടെ ശല്യം എന്തെങ്കിലും ഉണ്ടാവും, പ്രത്യേകിച്ച് പുതിയ കാറുകൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. പുതിയൊരു ചാനലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 3mm റാറ്റ് സ്പ്രേ ആണ് കേട്ടോ. അതായത് നമ്മൾ പുതിയ കാറുകളിലൊക്കെ നമ്മൾ നല്ലതായിട്ടുള്ള ഒരു പുതിയൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ പരമാവധി എലികൾ കയറി അത് ഇങ്ങനെ നോക്കിക്കോളൂ, ഇതുണ്ട് കടിച്ചതിൻ്റെ ഉള്ളിലൊരു കോട്ടൺ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു കോട്ടൺ ഉണ്ട്. കോട്ടനൊക്കെ ഇതുണ്ട് കടിച്ചിട്ട് ഇവന്മാരുതാണ്. നമ്മൾ ഓൾറെഡി കാറിൽ ഇതുണ്ട് കടിച്ച് ഇതാണ് അവസ്ഥ കേട്ടോ. ഈ സൈഡ് അതായത് നമ്മൾ ഉള്ളിലോട്ട് വെള്ളം തെറിക്കാതെ വയ്ക്കാൻ വേണ്ടി വെക്കുന്ന കോട്ടനാണ്. ടയറിൻ്റെ ഭാഗത്തായിട്ട് സൈഡായിട്ട് രണ്ട് സൈഡും കാണാം. അപ്പോൾ ഏകദേശം നമ്മുടെ ടയറിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡത്തിൽ ഇവന്മാർ കടിച്ച് ആ കൂടെ അലങ്കോലമാക്കി. പക്ഷേ എന്താണ് നമ്മൾ ഇതുണ്ടോ വയറൊക്കെ ഓൾറെഡി വയറൊക്കെ നമ്മൾ നമ്മുടെ ഫ്ലെക്സിബിൾ ട്യൂബ് കൊണ്ട് ക്ലിയറായിട്ട് പാക്ക് ചെയ്ത് അതൊക്കെ സീൽ ചെയ്തിട്ടുണ്ട്. സീൽ ചെയ്തിട്ട് കറക്റ്റായിട്ട് ടേപ്പിട്ട് ബ്ലാക്ക് ടേപ്പിട്ട് സീൽ ചെയ്തുകൊണ്ട് അതിലൊന്നും ദൈവവൃത്തം കൊണ്ട് കടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് ഞാൻ ഓൾറെഡി 3mm സ്പ്രേ ഉപയോഗിച്ചാണ് കേട്ടോ. ഉപയോഗിച്ച സമയത്തൊന്നും ഇതേപോലെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമുക്ക് ഒരു മാസത്തോളം നമുക്ക് വാലിഡിറ്റി നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഇത് വന്നിട്ട് എത്ര വെയിറ്റ് വരുന്നുണ്ട് പറഞ്ഞാൽ കേസ് വരുന്നുണ്ട് 250 ഗ്രാമിൻ്റെയാണ് വെയിറ്റ്. ഏകദേശം ഒരു നമുക്ക് 1900 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. ഇത് അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് അപ്പോൾ അതിൻ്റെ അത്ര റേറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ പുതിയതായിട്ട് കാർ വന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇത് കാണുക. അത് കാണുമ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നുകിൽ മാസ്ക് ധരിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലോത്ത് കൊണ്ട് ഫേസ് മറച്ചിട്ട് ശേഷം മാത്രം സ്പ്രേ ചെയ്യുക. ഇത് നമുക്കൊരു 2 പ്രാവശ്യമായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും കേട്ടോ. ഒറ്റ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മാസം നിൽക്കും. ഇതിനൊരു ഹാഫായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു 10-25 ദിവസത്തോളം നമുക്കിത് എലിൻ്റെ ശല്യം ഉണ്ടാവില്ല, പൂർണ്ണമായിട്ടുണ്ടാവില്ല. പിന്നെ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗ്ലോസ്നെസ് നമുക്ക് നാളെ നോക്കാം കേട്ടോ. അതിൻ്റെ ഫിനിഷിങ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ ഇഞ്ചിനൊക്കെ പോളിഷ് ചെയ്ത പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടിച്ച് തുടങ്ങാം. നമ്മളത് ഡയറക്റ്റായിട്ട് വയറുകളിലാണ് അടിക്കുന്നത് കേട്ടോ. വയറുകളൊക്കെയാണ് ഇതിലൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. ഷെയ്ക്ക് ആയിട്ട് അടിക്കാം. നോക്ക് വിളിക്കോ. അത് നമുക്ക് ഇതിൻ്റെ മേലൊന്നും ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് കോട്ടിങ്ങിന് വേണ്ടി ഇവിടെയൊക്കെ എഞ്ചിനിലൊക്കെ അടിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അടിക്കേണ്ടത് നമുക്ക് ക്ലിയറായിട്ട് വയറുകളിലാണ് കടിക്കാൻ സാധ്യത. അപ്പോൾ വയറുകളിൽ കറക്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ട് കറക്റ്റ് സ്പ്രേ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് വയറിൽ മാത്രം ക്ലിയറായിട്ട് അടിച്ചു കൊടുക്കുക. ഈ കാറിൻ്റെ ഈ ഭാഗത്തൂടെ കയറുന്നുണ്ട്. ടയറിൻ്റെ ഭാഗത്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോഞ്ചുള്ള ഭാഗം. ഈ സ്പോഞ്ചൊക്കെയാണ് അവന്മാർ കടിച്ച് ചുണ്ടനുണ്ട് എലിയുണ്ട്. ചെറിയ കുട്ടികളാണ്. കുട്ടികൾ കടിച്ച് അങ്ങനെ അലർട്ട് ഫുള്ളായി കടിച്ച് ഫുള്ളൊന്നുമില്ല. എന്തോ നമ്മളിതൊക്കെ ടേപ്പ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വയറിൽ കിട്ടുന്ന നന്നായിട്ട് അടിച്ചെടുക്കുന്ന കേട്ടോ. നമ്മൾ അതിൽ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇത് ഗ്യാപ്പിലൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. കിടന്നിട്ടാണ് ഫുള്ളൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ അവിടെ കൊണ്ട് നമുക്ക് ജസ്റ്റ് കയറാൻ സാധ്യതയുള്ള ഭാഗമാണ്.
സെറ്റാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് റെഡി ആയിട്ടുള്ള വേറെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ജസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഈ ഭാഗത്ത് കയറി കിടക്കാൻ ചാൻസ് ഉണ്ടായി. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഇതിൽ അര ബോട്ടിലോളം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 10-25 ദിവസം നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നാളെ ഞാനിതിൻ്റെ അടിച്ചതിൻ്റെ ഇത് അടിക്കണൊരു ഗുണം കൂടെ കേട്ടോ. അതായത് എലി കയറത്തില്ല. പിന്നെ എഞ്ചിനും നമ്മുടെ വയറും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നമ്മളിപ്പോൾ പോളിഷ് ഇട്ട പോലെ ഉണ്ടാവും. അത് നാളെ ഞാൻ ഒരു 10 മണിക്കൂറോളം കഴിയണം. അപ്പോൾ അതിൻ്റെ ഗ്ലോസിനെസ് അറിയുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഉണ്ടാവും കേട്ടോ. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അന്നേരം വീഡിയോ അവസാനിക്കുന്നുള്ളൂ.